നമസ്കാരം. ഇന്ത്യൻ IT മേഖലയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ IT കമ്പനികൾക്ക് ഒരു ഭീഷണിയാണോ അതോ വലിയൊരു അവസരമാണോ എന്നതിനെ കുറിച്ച് നിക്ഷേപകർക്കിടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇൻഫോസിസും ആഗോള AI ഭീമനായ ആന്ത്രോപിക്കും തമ്മിലുള്ള പുതിയ കരാർ ഈ ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ നൽകിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനമാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ IT ഓഹരികളിൽ വലിയൊരു ഇടിവ് നമ്മൾ കണ്ടിരുന്നു. ഇതിന് പ്രധാന കാരണം ആന്ത്രോപിക് എന്ന AI സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ ക്ലൗഡ് കോവർക്ക് പോലുള്ള ടൂളുകളാണ്. ഈ AI ഏജന്റുമാർക്ക് മനുഷ്യർ ചെയ്തിരുന്ന പല സങ്കീർണമായ ജോലികളും തനിയെ ചെയ്യാൻ സാധിക്കും. ഇത് TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുടെ ബിസിനസ് മോഡലിനെ തകർക്കുമോ എന്ന ഭയത്തിലായിരുന്നു വിപണി. ഏകദേശം $30 ബില്യൺ നിക്ഷേപകർക്ക് ഈ ആശങ്കയിൽ നഷ്ടമായത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇൻഫോസിസ് ആന്ത്രോപിക്കുമായി ഒരു തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുന്നു. വെറും ഒരു ഡെമോ എന്നതിലുപരിയായി ബാങ്കിംഗ്, ടെലികോം, ഹെൽത്ത് കെയർ തുടങ്ങിയ വലിയ നിയന്ത്രണങ്ങളുള്ള മേഖലകളിൽ AI എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്നതാണ് ഈ കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം. ഇൻഫോസിസ് CEO സലീൽ പരേഖ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്റർപ്രൈസ് AIയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം എന്നാണ്. ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് മോഡലുകളെ ഇൻഫോസിസിന്റെ സ്വന്തം AI പ്ലാറ്റ്ഫോമായ ടോപ്പാസുമായി സംയോജിപ്പിക്കും. ഇതിലൂടെ വെറും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ചാറ്റ് ബോട്ടുകൾക്ക് പകരം ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യാനും കോഡിംഗ് നടത്താനും കംപ്ലയൻസ് പരിശോധനകൾ നടത്താനും കഴിയുന്ന AI ഏജന്റുകളെ അവർ സൃഷ്ടിക്കും. ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നിലേകനി പറയുന്നത് AI സാങ്കേതിക വിദ്യ അതിവേഗം വളരുന്നുണ്ടെങ്കിലും കമ്പനികളിൽ ഇത് നടപ്പിലാക്കാൻ വലിയ വെല്ലുവിളികൾ ഉണ്ട് എന്നാണ്. ഡാറ്റ ക്ലീനിംഗ്, ഗവേണൻസ്, പഴയ സിസ്റ്റങ്ങൾ മാറ്റുക എന്നിവ IT കമ്പനികളുടെ സഹായമില്ലാതെ എളുപ്പമല്ല. അതായത് AI ഒറ്റയ്ക്ക് ഒരു മാജിക് ബോക്സ് പോലെ പ്രവർത്തിക്കില്ല. അതിനെ കമ്പനികളുടെ സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ ഇൻഫോസിസിനെ പോലുള്ള സേവനദാതാക്കളെ തന്നെ വേണം. ഇൻഫോസിസും ആന്ത്രോപിക്കും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യൻ IT മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടും. ടെലികോം, ഫൈനാൻഷ്യൽ സർവീസസ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലെ സങ്കീർണമായ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ലഘൂകരിക്കുക എന്നതാണ് ഈ കൂട്ടുകെട്ടിന്റെ പ്രധാന ഫോക്കസ് ഏരിയ. ഇൻഫോസിസിന്റെ ഡിസംബർ ക്വാർട്ടർ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ആകെ വരുമാനത്തിന്റെ 5.5% ഇപ്പോൾ തന്നെ AI സേവനങ്ങളിൽ നിന്നും തന്നെയാണ് ലഭിക്കുന്നത്. ഈ പുതിയ കരാറിലൂടെ ഏകദേശം $300 മുതൽ $400 ബില്യൺ വരെ മൂല്യമുള്ള ആഗോള AI മാർക്കറ്റാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ഇൻഫോസിസ് CEO സലീൽ പരേഖ് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഈ വലിയ വിപണി പിടിച്ചെടുക്കുന്നതിനായി കമ്പനി പ്രധാനമായും 6 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തേത് AI സ്ട്രാറ്റജി ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. കമ്പനികൾക്ക് ആവശ്യമായ AI റോഡ് മാപ്പ് തയ്യാറാക്കുകയും അത് നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യുക. AI മോഡലുകൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിൽ കമ്പനികളുടെ ഡാറ്റയെ ഒരുക്കിയെടുക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. പഴയകാലത്തെ IT സിസ്റ്റങ്ങളെ AI ഏജന്റുകൾ ഉപയോഗിച്ച് ആധുനികവൽക്കരിക്കുക. ബിസിനസ് പ്രക്രിയകൾ, അതായത് ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് പോലുള്ളവ AI ഉപയോഗിച്ച് അടിമുടി പരിഷ്കരിക്കുക. നിർമ്മാണ മേഖലയിലും മറ്റും ഉപയോഗിക്കുന്ന യന്ത്രങ്ങളിലും ഉപകരണങ്ങളിലും AI സാങ്കേതിക വിദ്യ ഉൾച്ചേർക്കുക. AI ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അത് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുക. അതായത് വെറും കോഡിങ്ങിനപ്പുറം ബിസിനസിന്റെ എല്ലാ മേഖലകളിലും AI കൊണ്ടുവരാനാണ് ഇൻഫോസിസ് ശ്രമിക്കുന്നത്. നിലവിൽ കമ്പനിയുടെ ഏറ്റവും വലിയ 200 ക്ലയന്റുകളിൽ 90% AI പരീക്ഷണങ്ങൾക്കായി ഇൻഫോസിസിനെയാണ് ആശ്രയിക്കുന്നത് എന്നത് ഈ നീക്കത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഈ ശുഭവാർത്ത പുറത്തു വന്നതോടെ നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇൻഫോസിസ് ഓഹരികൾ 3 മുതൽ 5% വരെ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. AI IT കമ്പനികൾക്ക് ഭീഷണിയാണെന്ന ആശങ്ക നിലനിൽക്കെ അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇൻഫോസിസിന് സാധിക്കുന്നു എന്നത് വിപണിക്ക് വലിയൊരു പോസിറ്റീവ് സൂചനയാണ് നൽകുന്നത്. അതായത് AI IT മേഖലയെ തകർക്കില്ല, മറിച്ച് അതിന്റെ രീതി മാറ്റും. കുറഞ്ഞ ആളുകളെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ വരുമാനം നേടാനുമുള്ള അവസരമായി ഇതിനെ കാണാം. നിക്ഷേപകർക്ക് ഇതൊരു പോസിറ്റീവ് സൂചനയാണ്, പ്രത്യേകിച്ച് IT ഓഹരികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന ഈ സമയത്ത്.